ഹായ് ഹലോ അസ്സാം വലൈക്കും. അപ്പോൾ ദേ കുറച്ച് ദിവസമായി നമ്മൾ റമദാൻ വ്ളോഗൊക്കെ ചെയ്തിട്ട് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഭയങ്കര ക്ഷീണവും മടിയും ഒക്കെ ആയിട്ടിരിക്കുകയാണേ. ആദ്യം വിചാരിച്ച എന്തുവാണെന്നറിയാമോ, റമദാൻ തുടങ്ങുന്നതിന് മുന്നേയൊക്കെ മനസ്സിലൊരിതുണ്ടായിരുന്നു, റമദാൻ 30 വരെ ഞാൻ വീഡിയോ എടുത്തിടും, ഞാൻ ഒരു ദിവസം പോലും ലീവ് എടുക്കത്തില്ല, അങ്ങനെയൊക്കെ ആയിരുന്നു കേട്ടോ. പക്ഷേ 1-2 വ്ളോഗൊക്കെ അങ്ങോട്ട് കഴിഞ്ഞപ്പോൾ, റമദാൻ്റെ 1-2 ദിവസമൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും ദേ കിടക്കുന്നു ചട്ടിയും കലവും, നമുക്കൊന്നും പറ്റുന്നില്ല, വിചാരിക്കുന്ന രീതിയിലൊന്നും വീഡിയോ എടുക്കാൻ പറ്റുന്നില്ല. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ജോലി റമദാനായപ്പോൾ ഒന്നുകൂടെ കൂടി എന്ന് വേണം പറയാനായിട്ട് കേട്ടോ. ഉറങ്ങാൻ പറ്റുന്നില്ല, അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ എൻ്റെ പടച്ചവനെ. പിന്നെ റമദാൻ ആയിക്കഴിഞ്ഞാൽ നമുക്ക് കുക്കിംഗ് മാത്രമല്ലല്ലോ നമ്മുടെ ഇത്, നമുക്ക് ഖുർആൻ ഓതാനുണ്ട്, നമുക്ക് പ്രാർത്ഥനയുടെ സമയമുണ്ട്, നമുക്ക് ഒരുപാട് കാര്യം അതിനു വേണ്ടി മാറ്റിവെക്കണം. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് എനിക്ക് വീഡിയോ എടുക്കാനൊന്നും പറ്റുന്നില്ല കേട്ടോ. അത് ഞാനീ പറയുന്നത് നമ്മളെപ്പോലുള്ള വീട്ടമ്മമാർക്ക് മനസ്സിലാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. എനിക്ക് ശരിക്കും വീഡിയോ എടുക്കാനായിട്ട് പറ്റുന്നില്ല. ജോലി ചെയ്യുമ്പോൾ നമുക്കൊന്നത് ക്ഷീണം, ഭയങ്കര ക്ഷീണം. അതിൻ്റെ ഇടയ്ക്ക് വീഡിയോ മൊബൈലും ട്രൈപോഡും എടുത്ത് അവിടെ കൊണ്ട് വെക്കുക, എന്നിട്ട് വീഡിയോ എടുക്കുന്നതിൻ്റെ കാര്യമൊന്നും നടക്കുന്നില്ല. അതാണ് ശരിക്കും കേട്ടോ. അതുകൊണ്ടാണ് കുറച്ച് ദിവസം കൊണ്ട് റമദാൻ വ്ളോഗൊന്നും അപ്ലോഡ് ആക്കാത്തത്. ശരിക്കും ഞാൻ 7-8 നോമ്പൊക്കെ വീഡിയോ എടുത്തിട്ടുള്ളൂ. അത് കഴിഞ്ഞിട്ട് ഞാൻ വീഡിയോ എടുത്തിട്ടില്ല. പിന്നെ കുറച്ച് പഴയ വീഡിയോ കിടപ്പുണ്ട്, അത് ഞാൻ എഡിറ്റ് ചെയ്തിട്ടുമില്ല. അതൊക്കെയാണ് പ്രശ്നങ്ങൾ. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ അങ്ങോട്ട് കാണുക. റമദാൻ 8ൻ്റെ വീഡിയോയാണ് ഇടുന്നത്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കേട്ടോ, സബ്സ്ക്രൈബ് ചെയ്യാൻ പുതിയ കൂട്ടുകാർ ആരെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞാനാണെങ്കിൽ ഇതേ രാവിലെ അനിയത്തി അവിടെ പാത്രങ്ങളൊക്കെ തേച്ച് കഴുകി തന്നിട്ടുണ്ടായിരുന്നു. പാത്രങ്ങളെന്ന് പറയുമ്പം കരിപ്പാത്രങ്ങൾ മാത്രം കേട്ടോ. അതൊക്കെ ഒന്ന് തേച്ച് കഴുകി തന്നു. ഞാൻ കൊണ്ടുവന്ന് വെള്ളമൊക്കെ ഒന്ന് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ തിളപ്പിച്ചിട്ടാണ് ഇപ്പോൾ വെള്ളം, മറ്റേത് നമുക്ക് പച്ചവെള്ളം കുടിച്ച് കുഴപ്പമില്ല, ഇപ്പോൾ വെള്ളം വറ്റി വരുവാന്ന് ഞാൻ പറഞ്ഞില്ലേ. അപ്പോൾ ഒരു ചെവിയുണ്ട്, തിളപ്പിച്ചാറിയ വെള്ളമാണ് കൊച്ചിനൊക്കെ കുടിക്കാനായിട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഇത് ഞാൻ അവർക്കും പാപ്പാക്കും കൂടി കാപ്പി ഉണ്ടാക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾക്ക് 2 പേർക്ക് നോമ്പുണ്ട്. അപ്പോൾ ഇത് ദോശമാവ് ഇരിപ്പുണ്ടായിരുന്നു. ഞങ്ങൾ ഇടയത്താഴത്തിന് കഴിച്ചത്, ഞാൻ ചോറാണ്, അനിയത്തി ദോശ ഉണ്ടാക്കി കഴിച്ചിട്ടുണ്ടായിരുന്നു. കറിയായിട്ട് തലേന്നത്തെ മീൻകറി ഇരിപ്പുണ്ടായിരുന്നു, അതാണ് കേട്ടോ. ചോറിനും ദോശയ്ക്ക് അവൾ കഴിച്ചത് മീൻകറിയായിരുന്നു. അപ്പോൾ ഇതേ രാവിലെ ദോശ ഉണ്ടാക്കി, ബാക്കി മാവിൽ ദോശയും അതുപോലെ കിഴങ്ങ് മസാലയായിരുന്നു കേട്ടോ. നമ്മൾ ഉരുളക്കിഴങ്ങ് വെച്ചിട്ടുള്ള ഒരു കുറുമ പോലെയൊക്കെ ഉണ്ടാക്കിയെടുക്കത്തില്ലേ, അതുപോലെ ഉണ്ടാക്കിയെടുത്തതാണ് കേട്ടോ. ക്യാരറ്റും സവോളയൊക്കെ ഇട്ട്, മഞ്ഞൾപ്പൊടിയും എരിവിന് വേണ്ടി പച്ചമുളകും മാത്രം ഇട്ട് അങ്ങനെ ഉണ്ടാക്കിയെടുത്തിട്ടുള്ള. ഗരം മസാലയാണ് ലാസ്റ്റ് ഇട്ട് കൊടുത്തത് കേട്ടോ. വേണേൽ ചിക്കൻ മസാലയൊക്കെ ഇട്ട് കൊടുക്കാം. പിന്നെ കുറച്ച് തേങ്ങയുടെ അരപ്പും കൂടെ അരച്ചങ്ങ് ഒഴിച്ചു കൊടുത്തു. അതാണ് രാവിലെ കാപ്പിയായിട്ട് അന്നത്തെ ദിവസം ഉണ്ടാക്കിയിട്ടുള്ളത് കേട്ടോ. അത് കഴിഞ്ഞ് അനിയത്തിയുടെ വെള്ളമൊക്കെ കോരാൻ പോവാണ്. ഞാനിവിടെ കൊച്ചിന് കാപ്പിയൊക്കെ കൊടുക്കുന്ന സമയമായിരുന്നു കേട്ടോ. പാത്തു ആദ്യമൊക്കെ ഒന്ന് പോയി സൈക്കിളിൽ ഒന്ന് കളിച്ചിട്ടൊക്കെ കയറി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ദേ കിണറിൽ നിന്ന് വെള്ളം ദേ ഇതുപോലെ കിട്ടുന്നത് കേട്ടോ. അപ്പോൾ ചെറിയൊരു ചെവയുണ്ട്. അപ്പോൾ നമ്മളിങ്ങനെ കൊണ്ടുവന്ന് വെക്കും, കുറേ സമയം ഇരിക്കുമ്പോഴത്തേക്കും നല്ലതുപോലെ തെളിഞ്ഞ് കിട്ടും കേട്ടോ. ഇത് ദേ അടുത്ത വീട്ടിൽ നിന്ന് നമുക്ക് കൊണ്ടുവന്ന കുറച്ച് ചാമ്പയ്ക്കായിരുന്നു. പക്ഷേ റമദാൻ ഞാൻ നോമ്പ് തുറന്ന് കഴിഞ്ഞിട്ട് എനിക്ക് ഒരെണ്ണം ടേസ്റ്റ് ചെയ്യാൻ പറ്റിയില്ല. അതിന് മുന്നേ പാത്തു അത് ഉപ്പും മുളകൊക്കെ കൂട്ടി അകത്താക്കിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ദേ നമ്മൾ നമ്മുടെ പതിവ് ജോലിയിലേക്ക് കടന്നിട്ടുണ്ട്. വെള്ളമൊക്കെ തിളച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. കാപ്പി ഉണ്ടാക്കുന്നതിന് മുന്നേ തിളച്ച വെള്ളം ഞാൻ കുറച്ച് ഫ്ലാസ്കിലൊക്കെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഇത് അരിയൊക്കെ അടുപ്പിലിട്ട് അനിയത്തി അവിടെ മറ്റുള്ള പാത്രങ്ങളൊക്കെ തേച്ച് വഴക്കി മാറ്റി വെക്കുകയാണ്. ഇനിയിപ്പോൾ നമ്മൾ ഉച്ചക്കലത്തേക്ക് നമ്മുടെ ജോലികൾക്കൊന്നും ഒരു മാറ്റവും ഇല്ലല്ലോ. റമദാനായാലും എന്തായാലും നമ്മുടെ ജോലികൾക്കൊന്നും ഒരു മാറ്റവും കാണത്തില്ല. അതുകൊണ്ട് നമ്മളിനി മുറ്റം അടിക്കണം കേട്ടോ. മുറ്റം അടിക്കാൻ കിടപ്പുണ്ട്. അപ്പോൾ രാവിലെ ഇച്ചിരി അങ്ങ് അടിക്കാം. 2 ദിവസമായിട്ട് നല്ല മഴക്കാറും കാര്യങ്ങളും എല്ലാം ആയിട്ട് നിൽക്കാം. മഴയില്ല, പക്ഷേ നല്ല മഴക്കോളുണ്ട് കേട്ടോ. എവിടെയൊക്കെയോ മഴ പെയ്യുന്നു എന്നൊക്കെ ഉള്ളത് കേൾക്കുന്നുണ്ട്. പക്ഷെ ഇവിടെ 2 ദിവസം മഴയൊന്ന് ചാറി പിന്നെ പെയ്തിട്ടൊന്നുമില്ല. കണ്ടോ, മാതളങ്ങയാണ് കേട്ടോ. മാതള നാരങ്ങയുടെ ചെടിയാണ് ഈ നിൽക്കുന്നത്. ഉമ്മ നട്ടിട്ടുള്ളതായിരുന്നു കേട്ടോ. ഇതിന് മുന്നേ ഒരെണ്ണം ഉണ്ടായിരുന്നേ. അതിൽ 2-3 കായ് ഇങ്ങനെ പിടിച്ചു, പിന്നെ അതങ്ങ് കൊഴിഞ്ഞു പോയി. നമുക്ക് കിട്ടിയിട്ടൊന്നുമില്ല, അതങ്ങ് കൊഴിഞ്ഞു പോയിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ഇതിപ്പം കഴിഞ്ഞ മഴയായപ്പോഴത്തേക്ക് ഉമ്മ നട്ടതായിരുന്നു കേട്ടോ. ഒന്നിങ്ങനെ എപ്പോഴോ വീണ്, അരിയൊക്കെ വീണ് കിളിർത്ത് നിന്നതാ. അപ്പോൾ അരി വീണ് പൊട്ടി കിളിർത്ത് വന്നതാ കേട്ടോ. അപ്പോൾ അത് അവിടെ നിന്ന് എടുത്തിട്ട് ഇവിടെ കൊണ്ട് നട്ട് വെച്ചതാണ് ഉമ്മ. കണ്ടില്ലേ, ഒരു പൂ വന്നിട്ടുണ്ട്. കിട്ടുമെന്ന് അറിയത്തില്ല കേട്ടോ. 2-3 പൂ ഉണ്ടായിരുന്നു, എല്ലാം അങ്ങനെ കൊണ്ട് കൊഴിഞ്ഞ് തറയിൽ കിടക്കുന്നുണ്ടില്ലേ, കൊഴിഞ്ഞു പോയിട്ടുണ്ട്. അത് കിട്ടുമെന്ന് അറിയത്തില്ല, നമുക്ക് എന്തായാലും നോക്കാം. ഇനി ഞാൻ പോയി മുറ്റം അടിക്കട്ടെ. മുറ്റം അടിക്കാൻ ഇറങ്ങിയതാ കേട്ടോ.
അത് കഴിഞ്ഞ് ദേ കുഴഞ്ഞാണ് ഞാൻ കയറി വന്നത് കേട്ടോ. എന്നിട്ട് ദേ ഇനിയിപ്പോൾ ഉച്ചക്കലത്തേക്ക് കറി വെക്കാൻ വേണ്ടിയിട്ട് കുറച്ച് പച്ചക്കറിയൊക്കെ എടുത്തിട്ട് പുറത്ത് വെക്കുവാണ്. പിന്നെ അവിയൽ വെക്കാം. അപ്പം കഞ്ഞിക്ക് എടുക്കാമല്ലോ, കഞ്ഞി വൈകുന്നേരം നോമ്പ് കഞ്ഞിയുടെ കൂടെയും എടുക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് അവിയലാട്ടോ വെക്കുന്നത്. ചക്ക പറിച്ച് എരിശ്ശൂരി പോലെയൊക്കെ വെക്കണം എന്നൊക്കെ എനിക്കുണ്ടായിരുന്നു. പിന്നെ എനിക്ക് മടിയായതുകൊണ്ട് എനിക്കതിനൊന്നും വയ്യ, ചക്ക വെട്ടാനും കൂടെ വയ്യ പടച്ചോനെ. അതുകൊണ്ട് ചക്കയൊന്നും ഞാനത് എടുത്തിട്ടില്ലായിരുന്നു കേട്ടോ. പിന്നെ അതേ അവിയൽ വെക്കാൻ വേണ്ടി കുറച്ച് പച്ചക്കറി എടുത്ത് വെച്ചിട്ടുണ്ട്. മീൻ ദേ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതൊക്കെ ഒന്ന് അരിഞ്ഞ് പറക്കി വെട്ടി കഴുകി വൃത്തിയാക്കി ഒക്കെ എടുക്കണം. പിന്നെന്താ, പിന്നെ ഇന്ന് ഇത് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് പണിയൊന്നുമില്ല കേട്ടോ. പിന്നെ ഞാൻ കുളിച്ച് നിസ്കരിക്കാൻ വേണ്ടിയിട്ടൊക്കെ അങ്ങ് പോകും. അത് കഴിഞ്ഞ് പിന്നെ വൈകുന്നേരം വല്ലതും വീഡിയോ എടുക്കത്തേ ഉള്ളേ. ഇതിനിടയ്ക്ക് എനിക്കിട്ട് പണി തരാൻ വേണ്ടി പാത്തു നടക്കുന്നുണ്ട് കേട്ടോ. കുറേ വെള്ളവും കുറേ തുണിയും ഒക്കെ ആയിട്ട് അവൾ കളിക്കുന്ന കുറേ തുണികളൊക്കെയാണ് കേട്ടോ. പാവക്കുട്ടിയുടെ ഉടുപ്പ് എന്നൊക്കെ പറഞ്ഞിട്ട് അതെല്ലാം കൂടെ കൊണ്ടുവന്നിട്ട് ഇതേ കണ്ടില്ലേ, കള്ളനോട്ടം. ഞാനിത് കണ്ടുപിടിച്ചു. മറ്റൊന്നുമല്ല, വെള്ളം കുറച്ചെടുക്കുക, പാവക്കുട്ടിയുടെ ഉടുപ്പ് എന്നൊക്കെ പറഞ്ഞിട്ട് അത് കൊണ്ടുവന്ന് മുക്കുക, കൊണ്ടുപോവുക, അത് കഴുകിയിടുക എന്നൊക്കെ കേട്ടോ പറയുന്നത് ആൾ. എന്തായാലും തിരിച്ചാളിനെ പറഞ്ഞ് എങ്ങനെയെങ്കിലും ഒഴിവാക്കി അങ്ങ് വിട്ടിട്ടുണ്ട്. അവിടെ ഇരുന്ന് കളിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഈ പച്ചക്കറിയൊക്കെ ഞാനൊന്ന് അരിഞ്ഞെടുക്കുവാണേ. അപ്പോൾ നിങ്ങളുടെയൊക്കെ റമദാൻ വിശേഷം എന്തൊക്കെയാണ്? ക്ഷീണമാണെന്നൊക്കെ പറഞ്ഞ് കമൻറ്റ് ഉണ്ടായിരുന്നു കേട്ടോ. നല്ല ക്ഷീണമാണെന്നൊക്കെ പറഞ്ഞിട്ട്. പഠിച്ചവന് ഇനി നല്ല വെയിൽ ഉണക്ക് വരാനായിട്ടിരിക്കുന്നേ ഉള്ളൂ കേട്ടോ. വേനൽ നല്ല രീതിയിലൊക്കെ എടുക്കാനായിട്ടിരിക്കുന്നേയുള്ള സമയമൊക്കെ എങ്ങനെയാവുമെന്ന് പഠിച്ചവനറിയാം. അപ്പോൾ ഇത് ഞാൻ പച്ചക്കറിയൊക്കെ വെട്ടി കഴുകി വൃത്തിയാക്കി എടുത്തു. അത് കഴിഞ്ഞത് ചട്ടിയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഉപ്പും മഞ്ഞളും കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചിട്ട് വേവിക്കാനായിട്ട് വെച്ച് കൊടുക്കണം. ഇതിനിടയ്ക്ക് ഞാൻ മീൻ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്താ, ഇതും കൂടെ കഴിഞ്ഞാൽ കുറച്ച് സമയം അടുക്കളയ്ക്ക് റെസ്റ്റാണ് കേട്ടോ. ഞാനിതിൽ 2 കഷ്ണം മാങ്ങയും കൂടി ഇട്ടിട്ടുണ്ട്. പിന്നെ അത് മീൻ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. കൊഴിയാളയായിരുന്നു, കൊഴുവാന്നൊക്കെ പറയുന്നത്. അപ്പോൾ അതായിരുന്നു കേട്ടോ. അപ്പോൾ അത് ഞാൻ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ അത് മാങ്ങ ഇട്ടിട്ടാണ് കറി വെക്കുന്നത്. മാങ്ങയൊക്കെ ഒന്ന് കട്ട് ചെയ്തു, അരിഞ്ഞു, കറിയൊക്കെ അരച്ചിവിടെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. സ്പെഷ്യലായിട്ടൊന്നും ഞാൻ ഇത്രയും ദിവസമായിട്ടും സ്നാക്കൊന്നും ഉണ്ടാക്കിയില്ല. കഴിഞ്ഞ റമദാനും നമ്മൾ സ്പെഷ്യലൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ഈ വർഷം ഞാൻ ഒന്നും ഉണ്ടാക്കിയിട്ടില്ല. കഴിഞ്ഞ വർഷം എൻ്റെ ഉമ്മച്ചി എൻ്റെ കൂടെ എന്തിനും ഉണ്ടായിരുന്നു കേട്ടോ. ഭയങ്കര സപ്പോർട്ടായിരുന്നു, ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്ത് വീഡിയോ എടുക്കാതിരുന്നാലും പറയും വീഡിയോ എടുക്കാൻ. മടിയൊക്കെ മാറ്റി തരുമായിരുന്നു. ശരിക്കും പറഞ്ഞാൽ ഭയങ്കര മടിയാണ് ഇപ്രാവശ്യം. മടിയും വിഷമവും എന്തൊക്കെയോ കൂടിക്കലർന്നൊരിതാണ് കേട്ടോ. അപ്പോൾ ഇത് മീനൊക്കെ കട്ട് ചെയ്തുകൊണ്ട് വന്നു. വറുക്കാൻ വേണ്ടിയിട്ട് ഞാൻ 2-3 കഷ്ണം എടുത്ത് മാറ്റി വെച്ച് അതും കൂടെയൊക്കെ മസാലയൊക്കെ തേച്ച് അങ്ങ് മാറ്റി വെച്ചിട്ടുണ്ട്. ഇതേ കറിയിലേക്ക് മീനൊക്കെ കഴുകി ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ പൊരിക്കാനുള്ളതും കൂടെ തൊട്ടടുത്ത അടുപ്പിലോട്ട് ആക്കി കൊടുത്തിട്ടുണ്ട്. അതും കൂടെ പൊരിച്ചെടുക്കണം. പിന്നെ ഇതേ കറിയൊക്കെ തിളച്ച് വന്നു, മീനൊക്കെ അങ്ങ് ഇട്ട് കൊടുത്തു. ഇനി അവിയലും കൂടി അടുപ്പിലോട്ടാക്കി കഴിഞ്ഞാൽ എൻ്റെ ഉച്ചവരെയുള്ള അടുക്കള ഭരണം അങ്ങ് കഴിയും. അത് കഴിഞ്ഞ് പിന്നെ കഞ്ഞി വെക്കണം കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു ളുഹറൊക്കെ നിസ്കരിച്ച് കുറച്ച് നേരം ഖുർആനൊക്കെ ഓതി ഒന്ന് റെസ്റ്റ് എടുത്തിട്ട് വന്നിട്ട് കഞ്ഞി വെക്കാം. അപ്പോൾ ഈ വാപ്പ അവിടെ കിടക്കുകയാണ് കേട്ടോ. ഞാൻ പാത്തു അവിടെ ഇരുന്ന് മൊബൈൽ കാണുകയാണ്. വാപ്പ കാണാതെയാണ് ഈ കാണുന്നത്. എണീക്കുമ്പോൾ നെറ്റ് തീർന്നു കഴിഞ്ഞാൽ ക്ലോസ്. അപ്പോൾ മിക്കപ്പോഴും വഴക്കേക്കും കേട്ടോ. അപ്പോൾ നമസ്കാരമൊക്കെ കഴിഞ്ഞു, കുളിയൊക്കെ കഴിഞ്ഞു. ദേ വന്നിട്ട് ഞാൻ ഉച്ചക്കലത്തേക്ക് 2 മണിയൊക്കെ കഴിഞ്ഞാണ് കേട്ടോ ആ ടൈമിൽ. സാധാരണ ഞാൻ നോമ്പിന് അങ്ങനെ തന്നെയാണ്, ആ സമയമൊക്കെ കഴിഞ്ഞേ വരത്തുള്ളൂ. കഞ്ഞിക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളെല്ലാം ഞാൻ അവിടെ ചെയ്തു വെച്ചിട്ടുണ്ട്. പച്ചക്കറിയൊക്കെ അരിഞ്ഞിട്ടുണ്ട്. ബിരിയാണി കഞ്ഞി ഒരുപാട് പേര് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അറിയാം എന്നൊക്കെ പറഞ്ഞിട്ട്. ചില ആളുകൾ കണ്ടിട്ടേ ഇല്ല. അപ്പോൾ ഞാൻ കഞ്ഞിക്ക് വേണ്ടിയിട്ടെല്ലാം ചെയ്തു അടുപ്പിലോട്ടാക്കിയിട്ടുണ്ട്. പിന്നെ അതേ കുറച്ച് സമോസ, ഇത് തലേന്ന് ഞാൻ ഉണ്ടാക്കിയിട്ട് ഇങ്ങനെ ബാക്കി വന്നപ്പോൾ ഞാനൊരു 5 എണ്ണം വെച്ചിട്ടൊക്കെ ഉണ്ടാക്കത്തുള്ളൂ കേട്ടോ. അപ്പോൾ അതിൻ്റെ കുറച്ച് ബാക്കി എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഞാനൊന്നെടുത്ത് പൊരിച്ചെടുക്കുകയാണ് കേട്ടോ. അപ്പോഴത്തേക്കും അതിൻ്റെ ആ ഒരു ഇതൊക്കെ അങ്ങ് ഇളകി അപ്പുറവും ഇപ്പുറമൊക്കെ ഇളകി പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. സമോസ ഷീറ്റിൻ്റെ ആ ഭാഗമൊക്കെ എല്ലാം പന്നലായി പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഇട്ടിട്ട് ഞാനൊന്ന് പൊരിച്ച് കോരി മാറ്റി വെക്കുന്നുണ്ട്. പിന്നെ വാപ്പ വന്നപ്പോഴത്തേക്ക് കേക്ക് ഉണ്ടല്ലോ, വെട്ട് കേക്ക്, ചായക്കടയിലൊക്കെ ഇരിക്കുന്ന വെട്ട് കേക്കില്ലേ, അപ്പോൾ അത് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കുന്ന കേക്കായിരുന്നേ. അപ്പോൾ അതും കൂടെയൊക്കെ ഉണ്ട്. പിന്നെ ഒരു പഴുത്ത കപ്പയ്ക്ക ഇരിപ്പുണ്ട്, അത് വെട്ടി വെക്കണം. പിന്നെ സാധാരണ നമ്മളെ നോമ്പിന് ഉള്ള നമ്മുടെ മെയിൻ ഐറ്റം ഉണ്ടല്ലോ, തണ്ണിമത്തങ്ങ, അത് ഒക്കെ കട്ട് ചെയ്ത് വെക്കണം. ഈത്തപ്പഴം എടുത്ത് വെക്കണം, ചായ ഇടണം, അങ്ങനെയൊക്കെയുള്ള പരിപാടിയാണ് കേട്ടോ ഇനി. അങ്ങനെ ചായക്ക് വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ചായയൊക്കെ തിളച്ച് വന്നിട്ടുണ്ട്. ഈ സമയം ബാങ്ക് കൊടുക്കാറായിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ കഞ്ഞിയൊക്കെ അവിടെ റെഡിയാക്കി ഞാൻ മാറ്റിയത്. ചായ തിളച്ചിട്ടുണ്ടായിരുന്നു. അത് ആവശ്യത്തിന് പഞ്ചസാര ഇടാതെ ഉള്ളത് ഞാൻ കുറച്ച് മാറ്റി വെച്ചു പാപ്പാക്ക്. പിന്നെ നമ്മൾ പഞ്ചസാരയൊക്കെ ഇട്ട് എടുത്തിട്ടുണ്ട്. മത്തങ്ങ കുറച്ചെടുത്തിട്ട് ഞാൻ ജ്യൂസ് അടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോയ്ക്ക് ഇത്രയൊക്കെ ഉള്ളൂ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നാളെ കാണാം മറ്റു വിശേഷങ്ങളൊക്കെ ആയിട്ട്. അസ്സലാമു അലൈക്കും, ടാറ്റാ.